ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മായ ഐശ്വര്യയെ വിളിക്കുന്നതാണ്. നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് നമ്മൾ കരുതിയ പോലും ഇല്ലല്ലോ. വിജയിക്കാതെ എവിടെ പോകാനാ മായേ? മായയുടെ ഐഡിയയും എൻ്റെ അമ്മയുടെ അഭിനയവും എല്ലാം കൂടി ആയപ്പോൾ തകർത്തില്ലേ? പിന്നെ മായ പറഞ്ഞുവിട്ട അവരുണ്ടല്ലോ, ആ ഗുണ്ടകള് നല്ല കനത്ത പെർഫോമൻസ് തന്നെ ആയിരുന്നു. അവരുടെ അഭിനയം കണ്ടാലേ ശരിക്കും ഗുണ്ടകളാണെന്നേ പറയൂ. അതുകൊണ്ട് പറഞ്ഞ ക്യാഷിനേക്കാൾ കൂടുതൽ കാശ് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ചുളുവില് ശ്യാമയുടെ അക്കൗണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ കൂടി കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് മായ ചോദിക്കുമ്പോൾ അതൊക്കെ എന്റെ ട്രിക്കാണെന്ന് ഐശ്വര്യ പറയുന്നു. പിന്നെ ശ്യാമയെ കൊണ്ട് മറ്റൊരു ഉപകാരം കൂടി ഉണ്ടായി. അവളുടെ അഗ്ഗിയെ ഗുണ്ടകളെല്ലാം വളഞ്ഞപ്പോഴേ ശ്യാമ പോലീസിനെ വിളിച്ചിരുന്നു. അങ്ങനെ പോലീസ് വന്നപ്പോ ഇവരെന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണെന്നൊക്കെ ഞാൻ പരാതി പറഞ്ഞപ്പോ ആ പോലീസുകാരാ പറഞ്ഞത് എന്നെ കൈയോടെ ആനന്ദ നിലയത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. ഇനി എനിക്കിവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ധൈര്യമായി തന്നെ പോലീസിനെ വിളിക്കാം. അതുകൂടാതെ ഇവരെന്നോടൊരു പ്രശ്നത്തിനും ഇനിയോട്ട് വരില്ല താനും. ഇനി നമ്മൾ അശ്വതിയുടെയും മോളുടെയും കാര്യത്തിലാ തീരുമാനമാക്കേണ്ടതെന്ന് ഐശ്വര്യ പറയുമ്പോ എല്ലാത്തിനെയും തകർത്തെറിയാൻ മായ പറയുകയാണ്. എന്താണെങ്കിലും മായെ, ഞാൻ മമ്മിയെ കൂടി ഒന്ന് വിളിക്കട്ടെ. പാവം കാര്യങ്ങളൊന്നും അറിയാതെ പേടിച്ചു നിൽക്കുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് വസുന്ധരയാണ്. ടെൻഷനോടെ ഐശ്വര്യ വീട്ടിലേക്ക് വന്ന കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് വസുന്ധര. അതേസമയം വർമ്മ അങ്ങോട്ടേക്ക് വരുമ്പോ വസുന്ധര പറയുകയാണ്, ആനന്ദേട്ടാ, എനിക്കാകെ പേടിയായിട്ട് മേല. ഐശ്വര്യ വേണമെങ്കിൽ ശ്രീകുട്ടിയും വെറുതെ വിടില്ല. അവളെയും ദ്രോഹിക്കാൻ ഇവള് നോക്കും. അശ്വതിയെ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്താമെന്ന് വെച്ചാൽ അശ്വതി ശ്രീകുട്ടിയും കൂടി കൊണ്ടുപോകത്തില്ലേ? എനിക്കറിയില്ല എന്തു ചെയ്യണമെന്ന്. എന്തു ചെയ്യാനും മടിയില്ലാത്ത ഒരുത്തിയാ ആ ഐശ്വര്യ. വസു എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കുക. ശ്യാമ തന്നെ ഇതിനൊരു വഴി കണ്ടെത്തിക്കോളും എന്നൊക്കെ വർമ്മ പറയുമ്പോ എന്താണെങ്കിലും ഐശ്വര്യ എന്നോട് ചെയ്ത, കൂടാതെ നമ്മുടെ കുടുംബത്തോട് ചെയ്ത ചതിയൊന്നും ഞാൻ മറക്കില്ലെന്നും ഐശ്വര്യ എന്താണെങ്കിലും ഇനി അധികകാലം ഈ വീട്ടിൽ വാഴില്ല. അതിനുള്ള വഴി ഞാൻ കണ്ടെത്തുന്നുണ്ടെന്നും വസുന്ധര പറയുന്നു. എന്റെ മനസ്സ് ഐശ്വര്യ എന്ന എന്റെ മകളെ എന്നെ മരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അവൾക്ക് വേലക്കാരിയുടെ സ്ഥാനമാ കൊടുക്കാൻ പോകുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയെ തേടി ഒരു തമിഴിലെ മ്യൂസിക് പ്രൊഡ്യൂസർ വന്നിരിക്കുന്നതാണ്. ബാഹുബലി പോലെ ഒരു ബ്രഹ്മാണ്ഡ ചലച്ചിത്രം അവരൊരുക്കുകയാണെന്നും അതിലെ 2 പാട്ട് ശ്യാമ തന്നെ പാടണമെന്നും അഡ്വാൻസ് എത്ര വേണമെങ്കിലും തരാമെന്നും അവർ പറയുന്നു. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും വസുന്ധരയും. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. പ്രഗ്നൻസി ടൈമല്ലേ, വേണോ ശ്യാമയെന്ന് അഖില് ചോദിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും നമ്മളെ തേടി വരില്ലല്ലോ എന്ന് ശ്യാമ പറയുന്നു. ഇത് കേൾക്കുന്ന അഖിലും വസുന്ധരയും സമ്മതിക്കുകയാണ്. അങ്ങനെ ശ്യാമയ്ക്ക് 10 ലക്ഷത്തിന്റെ ഒരു ചെക്ക് അഡ്വാൻസായി അവർ നൽകുകയാണ്. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ ചെന്ന് തന്റെ കണ്ണനോട് നന്ദി പറയുന്ന ശ്യാമയാണ്. തുടർന്ന് ഐശ്വര്യ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്യാമേ, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇനി ശ്യാമയ്ക്ക് കോടികളാകുമല്ലോ കിട്ടാൻ പോകുന്നത്. ചെന്നൈയിലൊക്കെ വെച്ചായിരിക്കും റെക്കോർഡിങ്. ഞാനും ശ്യാമയുടെ ഒപ്പം വരാം എന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, എന്തിനാ, വിഷം കൊടുത്ത് കൊല്ലാനാണോ? ഐശ്വര്യക്ക് ഇപ്പൊ ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമാ ഉള്ളത്. അല്ലാതെ ഐശ്വര്യ കുടുംബകാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. ശ്യാമേ, നീ ഇവളോട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ നിൽക്കണ്ട. നിന്നെ എങ്ങനെ തകർക്കാം എന്ന് നോക്കി നടക്കുന്നവളാ ഇവള്. അത്രയ്ക്കും വിഷവിത്താണ് ഈ നിൽക്കുന്നത്. എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോയിക്കോണം. ഇല്ലെങ്കിൽ ചൂലെടുത്ത് ഞാൻ നിന്നെ അടിക്കുമെന്നും വസുന്ധര പറയുമ്പോ മോളെപ്പോലെ എന്നെ സ്നേഹിച്ച അമ്മയാണോ ഈ പറയുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. അത്രയും പറഞ്ഞ് ഐശ്വര്യയെ ആട്ടി ഓടിക്കുകയാണ് വസുന്ധര. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, ഇവരാണിപ്പോ എന്റെ ശത്രു, ഈ വസുന്ധര. ഇവർക്ക് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓരോരോ ജോലികൾ ചെയ്യുന്ന അശ്വതിയാണ് കാണുന്നത്. അരുണുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അശ്വതിയെ കണ്ട കാര്യമെല്ലാം ഐശ്വര്യക്ക് ഓർമ്മ വരുന്നു. തുടർന്ന് ദേഷ്യത്തോടെ അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഐശ്വര്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ്